ശ്യാമൻ. മനുഷ്യനെ പേടിപ്പിക്കുന്ന പുസ്തകം വായിച്ചോണ്ടിരുന്നാ പോരാ. ഡിക്റ്റേറ്റീവ് ആവേണ്ട യാതൊരു ഗുണവും നിന്നിൽ ഞാൻ കാണുന്നില്ല. മനസ്സിലായില്ല. അതായത് ഒരു ഡിക്റ്റേറ്റീവിന് വേണ്ട പ്രധാനപ്പെട്ട ചില ഗുണഗണങ്ങളുണ്ട്. ഒന്ന്, എന്തു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റും പരതിക്കൊണ്ടേയിരിക്കും. നിനക്കതില്ല. 2, ഡിക്റ്റേറ്റീവുകൾക്ക് ഒന്നിലധികം സുന്ദരികളുമായി ബന്ധമുണ്ടാകും. അതും നിനക്കില്ല. അതെനിക്ക് വേണ്ട. ഇന്ദു, അവള് മാത്രം മതിയുടെ എനിക്ക്. അല്ല മോനെ, ഈ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ നിനക്കുണ്ടോ? ഉണ്ട്. അത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാ? ബിന്ദു. എന്തു? എന്തു അല്ലടാ, ബിന്ദു. ഏത് ബിന്ദു? ഓ, നിനക്കറിയാൻ പാടില്ലാത്ത പോലെ. സീരിയലിലൊക്കെ അഭിനയിക്കണ നമ്മുടെ ബിന്ദു ഇല്ലേ? അവളെന്താ അഭിനയം നിർത്താൻ പോകുന്ന? ഞാൻ പറയട്ടെ. അവൾ ഇന്നലെ ഞാനതെങ്ങനാ നിന്നോട് പറയുന്നേ? അയ്യേ, അവന്റെ ഒരു ഒലിപ്പീര്. മര്യാദയ്ക്ക് പറയടാ. അവൾ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചു. എന്തു ചോദിച്ചു? അരവിന്ദ് ചേട്ടാ, CK സുന്ദരേശ സാറിനോട് പറഞ്ഞ് എനിക്കൊരു വേഷം വാങ്ങിച്ചു തരണേ ചേട്ടാന്ന്. അയാളെന്താ തുണിക്കട ഇടാൻ പോകുന്നു? സീരിയലിൽ അഭിനയിക്കുന്ന കാര്യമോ പറഞ്ഞത്? ഓ, എന്നാ പറഞ്ഞു തോല. ആ ചേട്ടാ ഉള്ള വിളി ഇപ്പോഴും ഈ കാതിൽ പ്രകമ്പനം കൊണ്ടോണ്ടിരിക്കുകയാണ് അളിയാ. അപ്പൊ ശ്യാമ അവളോട് ചാകാൻ പറ. പോകൃതം കാണിക്കരുത്. ശ്യാമ പാവം പെണ്ണ, അവളെ നശിപ്പിക്കാൻ പോകണം. കരളിയല്ല, കളരി. എന്തെന്നെ ആയിക്കോട്ടെ. കാരണം മരിച്ചു പോയത് കളരിയും കരാട്ടയൊക്കെ അറിയാവുന്ന ഒരു കുടുംബവും ഫാമിലിയൊക്കെ കേട്ടാ. എന്ന് വെച്ചാ പറഞ്ഞു തരാം. ഈ പ്രേതങ്ങളോടൊപ്പം ഒക്കെ താമസിക്കണമെങ്കിൽ ഇത്തിരി അഭ്യാസമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞതാണ്. ബാലപ്പോ, ഓ, മനസ്സിലാവണ ഭാഷ പറഞ്ഞു തരാൻ പറ്റുമോ? മനസ്സിലാവുന്ന ഭാഷ തന്നെ പറഞ്ഞു തരാം. ഡിക്റ്റേറ്റീവ് കഥ എഴുതാൻ വേണ്ടി ദുരൂഹത നിറഞ്ഞ പല വീടുകളും ഞാനും മേജറും കൂടി CK അച്ചായനെ കാണിച്ചു. പക്ഷെ CKക്ക് ഒന്നും പിടിച്ചില്ല. ദുരൂഹത പോരാന്നുള്ള ഒറ്റ വാശിയാണ്. അവസാനം നമ്മുടെ ഹിൽ ടോപ്പിലുള്ള 59-ാം നമ്പർ വീട് ഞങ്ങൾ അങ്ങ് ഫിക്സ് ചെയ്ത് അതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത്രേ ഉള്ളൂ. അതത്ര നിസാരമാക്കണ്ട. 3 ദുർമരണങ്ങളാണ് ആ വീട്ടിൽ നടന്നത്. 1, 2 അല്ല, 3. തന്ത തള്ള മോള് മരിച്ചു. തന്ത തള്ളി മോള് മരിച്ചോ? അങ്ങനല്ല, പിന്നെ തന്ത തള്ള മോള് മരിച്ചു. തന്ത കളരിയും അഭ്യാസമൊക്കെ അറിയാവുന്ന ഒരു അഭ്യസ്ത വിദ്യൻ. പക്ഷെ തള്ള ഒരു തമിഴ്നാട്ടുകാരിയായിരുന്നു. മോള് ആന്ധ്രാക്കാരിയായിരിക്കും. അല്ല, മോള് കോളേജ് കുമാരിയായിരുന്നു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ 3 പേരും ഡിം. പിന്നീടുള്ള പല രാത്രികളിലും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രികളിൽ ഞാൻ അതുവഴിയൊക്കെ പോകുമ്പോൾ ഇടത്തൊടിഞ്ഞു, വലത്തൊടിഞ്ഞു, ആഞ്ഞു ചവിട്ടി, മലക്കം പറഞ്ഞു, കാലുവാരി, വീണ്ടും ചവിട്ടി എന്നൊക്കെയുള്ള ഗുരുക്കളുടെ അംഗം വിളികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ വീടാണ് സീരിയൽ എഴുതാൻ വേണ്ടി സുന്ദരേശൻ തെരഞ്ഞെടുത്ത പുതിയ താവളം. എന്താ മനുഷ്യനെ പേടിപ്പിക്കുന്ന? ഞങ്ങൾ പേടിച്ചോളൂ. പേടിച്ചിട്ടൊന്നും കാര്യമില്ല അനിയാ. സംഭവാമി കൈകൊട്. ഇതെന്തിനാ? ഇനി ഒരു പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരും. ഓക്കെ, ബൈ. വെടിക്കെട്ടില്ലാത്ത ഉത്സവം. ഇത് കേണലിനുള്ള കത്താ. എനിക്കോ? വായിക്കേ. ഡിയർ കേണൽ, ഞങ്ങളുടെ ചാനലിൽ ആരംഭിക്കുന്ന ധീരജവാൻ സ്പെഷ്യൽ ഷോയിലേക്ക് പട്ടാള ജീവിതത്തിലെ താങ്കളുടെ മറക്കാനാകാത്ത സാഹസിക അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ താങ്കളെ ആർദ്രവുമായി ക്ഷണിക്കുന്നു. പലവട്ടം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അതെങ്ങനെ കിട്ടും? 24 മണിക്കൂറും കമ്പപ്പരയിലല്ലായിരുന്നോ?
21-ാം തീയതിയാണ് ഷൂട്ടിംഗ്. അയ്യോ, താങ്കളെ വീട്ടിൽ വന്ന് കണ്ട് പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അയ്യോ, ഇവിടെ ഷൂട്ടിങ്. എന്റെ ദൈവമേ. കത്ത് കിട്ടിയാലുടൻ ചാനലുമായിട്ട് ബന്ധപ്പെടുക എന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ. അയ്യോ, എന്താടി വിശ്വാസമില്ലാത്തത് പോലെ ഒരു മിഴിച്ചു നോട്ടം? അല്ല, ഇത് നിങ്ങൾക്ക് വന്ന കത്ത് തന്നെയാണോ? അതോ ആ മേജർ കങ്ങാനം? എടി, അവൻ മേജർ അല്ല, എന്റെ മുന്നിൽ വെറും മൈനറാ. നീ പേരൊന്ന് വായിച്ചു നോക്ക്. റിട്ടയർഡ് കേണൽ കെ പരമേശ്വരക്കുറുപ്പ് എന്ന് തന്നെയല്ലേ? ദേ, ആ ചാനലുകാർ വരുമ്പോ അബദ്ധമൊന്നും വിളിച്ചു പറഞ്ഞേക്കരുത്. എടി വിശാലം, ഞാനേ പട്ടാളത്തിൽ കാണിച്ചിട്ടുള്ള സാഹസകൃത്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആ, മറക്കാനാവാത്ത ഒരു അനുഭവം പറ. പെട്ടെന്ന് ചോദിച്ചാ ഒന്നും ഓർമ്മ വരുന്നില്ല. നാളെ അവര് വരുമ്പോ ക്യാമറയും കൊണ്ട് വരുമ്പോ ഞാൻ പറയും, അത് കേട്ട് നീ ഞെട്ടും. ഞൊട്ടും. വിശാലം മത്സരരംഗത്തുണ്ടെന്നുള്ള വിവരം രവിചന്ദ്രൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് അയാൾ ഓരോ വീട്ടിലും പറഞ്ഞു കിടക്കുന്നതെന്ന് എനിക്കറിയാം. വിശാലത്തിന് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റുമെന്നാ രവിചന്ദ്രൻ എന്നോട് പറഞ്ഞത്. എങ്ങനെ പോകുന്ന പ്രവർത്തനങ്ങളൊക്കെ? അണികൾ വളരെ കുറവാണില്ലേ? ഞങ്ങൾ 40 ബാച്ചുകളായിട്ട് തിരിഞ്ഞ സ്ക്വാഡ് വർക്കിന് ഇറങ്ങിയിരിക്കുന്നത്. ഓ, അത് കൊള്ളാവല്ലോ. അല്ല, അന്നാമ്മ ചേട്ടത്തിക്ക് വോട്ട് ഇവിടാണോ അതോ പാലയിലാണോ? ഏയ്, ഞങ്ങള് പണ്ട് മുതലേ ഇവിടെ തന്നെ ആന്നേ, അതുകൊണ്ട് വോട്ട് ഇവിടെ തന്നെയാ. ഓ, അത് ശരി. ഈ സാരി കൊള്ളാവല്ലോ. ഇതൊക്കെ ഇലക്ഷൻ സാരികളാ ചേച്ചി. എലക്ഷൻ സാരികൾ? അതെ, പൊങ്കാല സാരി എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ഷോ, പൊങ്കാല സാരിക്കൊപ്പം തോർത്ത്, കുടം, തവി, ചുടുകല്ല് ഇവയൊക്കെ ഫ്രീ അല്ലേ? ആണോ? അതുപോലെ തന്നെ ഇലക്ഷൻ സാരി വാങ്ങുമ്പോഴും ഫ്രീ ഉണ്ട്. ഒരു തോർത്ത്, തൊപ്പി, കുപ്പി, കുട, വടി എന്ന് വേണ്ട ഒരുപാട് ഐറ്റം ഉണ്ട് ചേച്ചി. അത് കൊള്ളാവല്ലോ. ഞാൻ ഈ കോളനിയിലുള്ള എല്ലാവർക്കും ഇലക്ഷൻ സാരി വാങ്ങി കൊടുക്കുന്നുണ്ട്. രവിചന്ദ്രനും വോട്ടർമാർക്കൊക്കെ ചില ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാ കേട്ടത്. കൂടെ വാലെ തൂങ്ങി കിടക്കുന്ന ആ ചില പിള്ളേരില്ലേ, അവന്മാർക്ക് 3 നേരം ചിക്കനും മട്ടനും തീറ്റയും കൂടി എല്ലാം നേതാവിന്റെ വീട്ടിലാ. ആ ഭാരതിയുടെ കഴുത്തിലും കാതിലും കിടന്നതൊക്കെ അയാള് വിറ്റ് തൊലച്ചു. പാവം. എന്നതായാലും അവരുടെ വോട്ടും വിശാലത്തിന് തന്നെ ആയിരിക്കും വീഴുന്നത്. ചേച്ചിയുടെ വോട്ട് എനിക്ക് തന്നെ തരണേ. അല്ല, ഞാൻ ചോദിക്കാതെ തന്നെ ചേച്ചിയുടെ വോട്ട് എനിക്ക് തരുമെന്ന് എനിക്കറിയാം. എന്നാ വന്നാലും ഇത്തവണത്തെ എന്റെ വോട്ട് വിശാലത്തിന് തന്നെ. എന്നതാണെന്ന വിശാലത്തിന്റെ ചിഹ്നം? മുരിക്കും പൂവ്. മുരിക്കും പൂവിനിട്ട് തന്നെ ഞാൻ കുത്തു. വോട്ട് ചെയ്യുമെങ്കിലും അസാധുവാക്കി വോട്ട് ചെയ്യാന്നുള്ളതായി എന്റെ ഒരു രീതി കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ ആ രീതി തെറ്റിക്കുന്നില്ല. മുരിക്കും പൂവിലേ ഞാൻ കുത്തു കേട്ടോ. താങ്ക് യു ചേച്ചി. പോട്ടെ. നമ്മുടെ നേതാവ് രവിചന്ദ്രൻ കി നേതാവ് രവിചന്ദ്രൻ കി ദേശ് കി നേതാ ദേശ് കി നേതാ. എന്താ നിർത്തി കളഞ്ഞത്? നേതാവ് രവിചന്ദ്രൻ കി നേതാവ് രവിചന്ദ്രൻ കി. മതി 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 മതി. മിടുക്കന്മാര്. ആദ്യ വിളി കേട്ടപ്പോ വിളിച്ച് ക്ഷീണിച്ചു പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഉച്ചയ്ക്ക് ശേഷം സ്ക്വാഡ് വർക്കിന് ഇറങ്ങണം. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. സ്ക്വാഡ് വർക്കിന് പോകണമെങ്കിൽ മട്ടനാണ് ബെസ്റ്റ്. ചിക്കൻ കഴിച്ച് അതിന്റെ മേളിൽ മട്ടൻ കഴിക്കണം, എങ്കിലേ സ്റ്റാമിന നിലനിൽക്കുള്ളൂ. ആര് പറഞ്ഞു? സ്റ്റാമിന കിട്ടണമെങ്കിലേ അതിന്റെ കൂടെ ഗോപി മഞ്ചരിയും കൂടെ കഴിക്കണം. അല്ല, നിങ്ങൾ പറയുന്നത് കേട്ടാ ഞാൻ ഇതിൽ എന്തൊക്കെ കുറവ് വരുത്തിയെന്ന് തോന്നുമല്ലോ. അയ്യോ, അങ്ങനെയല്ല. കൊള്ളാം ചേട്ടൻ, നമുക്കറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. അതിൽ കൂടെ കുറച്ചെടുത്ത് കഴിച്ച്. ബെസ്റ്റ് കറിയാ, നല്ലതാ. കഴിച്ചോ കഴിച്ചോ.
അപ്പോ ഫുഡ് എങ്ങനെയുണ്ട്? ഇതാണ് ഇതാണ് ഫുഡ്. ഫുഡ്. ചിക്കൻ എങ്ങനെയുണ്ട്? ഇതാണ് ചിക്കൻ. ആഹാ. ഇതുപോലൊരു ചിക്കൻ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. കഴിച്ചു കാണത്തില്ല. കാരണം പക്ഷിപ്പനി പിടിച്ച ചിക്കൻ ഇതുവരെ ആരും കറി വച്ചിട്ടില്ല. ആ ദാ ഇതേ കണ്ണുപഴുത്ത കാളയുടെ ഇറച്ചിയാ. കറികൾ മൊത്തം കാട്ടുചേന, കാട്ടുചേമ്പ്, പിന്നെ ചൊറിയുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ പുറമെ വയറിളകാനുള്ള 2 ചെറിയ ഗുളിക ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്നേ. നീയൊക്കെ എന്നെ കുറിച്ച് എന്തുവാ വിചാരിച്ചേ? ഞാനൊരു മണ്ണുണ്ണി നേതാവാണെന്നല്ലേ? എടാ, എന്റെ ചോറ് കഴിച്ചിട്ട് അവിടെ കൂറ്. എടാ, എന്റെ ഭാര്യയുടെ എത്ര വളയാണെന്നറിയാമോ നീയൊക്കെ കൊണ്ടുപോയി പോസ്റ്ററാക്കിയത്? ദേ, ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ദേഹത്തിനൊരു ചൊറിച്ചിലും വിറയലും ഒക്കെ വരുന്നില്ലേ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? ആഹാ, അത് പക്ഷിപ്പനിയാ. അതിൻ്റെ കൂടെ വയറിളക്കവും. ഓ ഹലോ ഹലോ, കേൾക്കാൻ വയ്യ, റേഞ്ചും ഇല്ല. ഹലോ ഹലോ, പറഞ്ഞോളൂ. ആ, ക്ലിയർ ആകുന്നില്ല. ഹലോ, ആ പറഞ്ഞോ. ഇല്ല, ആ അവരൊക്കെ പുറത്തു പോയിരിക്കുക. ഞാനിവിടെ. അയ്യോ, പ്ലാവിൻ്റെതല്ലേ, ചാരി വെച്ചതാ. ഓരോ തോന്നലേ. ആ അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ദൈവമേ, ഏത് നേരത്താണാവോ ഡിറ്റക്റ്റീവ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെടാൻ തോന്നിയത്? അവന്മാരുടെ ഒടുക്കലത്ത് ഒരു പ്രൊട്ടക്ഷൻ. ശ്വാസം മുട്ടി ചാവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. മരപ്പട്ടിയാ? ഞാനൊരു ഈനാമ്പിച്ച അന്വേഷിച്ചിറങ്ങിയതാ. അത് ശരി, ഞാൻ ഒരു കൂട്ടില്ലാതെ നിൽക്കായിരുന്നു. ഉള്ളത് പറയണമല്ലോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് 1.5 മണിക്കൂറായി. നീ ആര്? എവിടെ നിന്ന് വരണ? എന്തിനാണ് നിന്റെ പണി? അതെല്ലാം ഇവിടെ കൃത്യമായിട്ട് പറ. സത്യം പറയാമല്ലോ, ഞാനൊരു കള്ളനാ. ഡിപ്പാർട്ട്മെന്റ് പേര് വിട്ടിൽ വിക്രമൻ. കുറച്ച് ദിവസം ഞാനൊരിടത്ത് അകപ്പെട്ടു പോയി. നീ കള്ളനാണെന്ന് എന്റെ കൂടി പറഞ്ഞ പോട്ട്. അമ്മയാണ് നീ വേറെ ആരുടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ 100 വിളിച്ച് നിന്നെ അകത്താക്കിയ അറിയാ. അയ്യോ സാറേ, ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. കൊള്ളാടെ, നിന്റെ തുറന്ന അടിച്ച മനസ്സ് അമ്മയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതാണ് വിക്രമൻ. പൂട്ടില്ലാത്ത വാതില് പോലെ ഒരു തുറന്ന വീടാണ് ഞാൻ. ബൈ ദ വേ, താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല? ഞാൻ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അപ്പൊ നമ്മൾ രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളാണല്ലേ? ഇത്രയും തുറന്ന് സംസാരിച്ച സ്ഥിതിക്ക് ഞാനൊരു അഡ്വൈസ് താങ്കളോട് ചോദിക്കുകയാണ്. എന്റെ ഈ മോഷണ മേഖല ഒന്ന് വിപുലമാക്കണമെന്നുണ്ട്. ഇതുവരെ കണ്ട മോഷണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അത്. ഭാവനാസമ്പന്നനായ താങ്കൾക്ക് ആശയപരമായിട്ട് എന്നെ സഹായിക്കാനാകുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. കേട്ടോ സാറേ, ഇതുവരെ ഞാനൊരു ശരാശരി കള്ളന്റെ മാർഗമാണ് അവലംബിച്ചത്. അതുപോരാ, മോഷണകലയിൽ എക്കാലവും പുതുമകൾ പ്രതീക്ഷിക്കുന്ന പോലീസുകാർക്ക് പുതിയൊരു അനുഭവമായിരിക്കണം എന്റെ മോഷണ പരമ്പരകൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ അനിയനൊരു പൊളപ്പ് ഐഡിയ പറഞ്ഞുതരാം. പറയൂ സാർ. സംഗതി ഒരു അല്പ കടന്ന കൈയാണ്. റിസ്ക് ഉള്ള പണികളാണ് സാർ എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ അനിയൻ മോട്ടിക്കാനായിട്ട് ഇടത്തരം വീടുകളിലൊന്നും കയറരുത്. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, കളക്ടറുകള്, അങ്ങനെ VIP സെറ്റപ്പ് ഉള്ള വീടുകളിലേ കയറാവൂ. അമ്മണ് നിന്റെ ഗ്രേഡ് മാറൂടെ. അങ്ങനെയാണെങ്കിൽ ഈ ജവഹർ കോളനി ഇതിന് പറ്റിയ ഇടമാണ് അല്ലേ സാർ? ലൊക്കേഷനൊക്കെ നീ അങ്ങ് തീരുമാനിച്ചോണം. പിന്നെ ഈ രാത്രി കാലങ്ങളിലെ മോഷണമൊക്കെ മതിയാക്കി പകലങ്ങോട്ട് മോട്ടിക്കാറേ. പക്ഷേ ഈ കൂതറ വേഷമൊക്കെ അങ്ങ് മാറ്റണം.
ഓക്കെ സാർ. ഇവ ഉക്കിരം കള്ളം തന്നെ കേട്ടാ. അമ്മാണ പൊളപ്പൈ. ചേച്ചി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ പൊടിമോൾ ഇവിടെ ഐസ്ക്രീമും തിന്ന് മീനിനെ കണ്ടോണ്ട് നിൽക്കുകയാണല്ലേ. നിന്റെ ഐസ്ക്രീം തീറ്റി ഇന്ന് മതിയാക്കി തരാടി. മാറിയില്ലേ? നിന്നെ കണ്ടാലേ ഈ മീനെല്ലാം കൂടെ ഏങ്ങി ചത്തു. അയ്യോടി അവളുടെ ഒരു നാണം. മണിയണ്ണൻ ഐസ്ക്രീം വേണോ? പെണ്ണായി 7:30 വെളുപ്പിൽ തുടങ്ങിയല്ലേ നിന്റെ തീറ്റി, ഇതുവരെ മതിയാക്കാറായില്ലേ നിന്റെ ഐക്കണിയും. മണിയണ്ണൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എപ്പോ നോക്കിയാലും ദേഷ്യം തന്നെ ദേഷ്യം. എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ. ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടോ പ്ലാൻ കവിളയിലോട്ട്. അയ്യോ ആ തടിക്കമ്പെല്ലാം കൂടെ വിഴുങ്ങല്ലേ. അത് ശരി, ഇതാര് വാങ്ങിക്കൊടുത്തത്? ആ കാളിമുത്ത് മാമനായിരിക്കും. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണല്ലോ. കാളിമുത്ത് മണിയണ്ണൻ എന്താ ആലോചിക്കുന്നേ? അല്ല, നിന്നെ കെട്ടുന്നവයි ഐസ്ക്രീം വാങ്ങിച്ച് പിച്ചക്കാരനാവല്ലോ ഓർത്തു പോയതാണേ. അതിനല്ലേ ഒരു പിച്ചക്കാരനെ തന്നെ കെട്ടാൻ ഞാൻ തീരുമാനിച്ചത്. ഏത് പിച്ചക്കാരൻ? ഈ പിച്ചക്കാരൻ. അതെ, എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്ന നിമിഷം നിന്നെ ഞാൻ കെട്ടിക്കോളാം കേട്ടാ. മണിയണ്ണ ഈ സ്വർണ്ണമീൻ ശരിക്കും 916 സ്വർണ്ണമീനാണോ? അയ്യോ എടി, നീ അതെല്ലാം കൂടെ പിടിച്ച് സ്വർണ്ണക്കട കൊണ്ടുവന്ന് ഉരുക്കി മാലാക്കി കളയല്ലേ. കുറച്ച് ഐസ്ക്രീം കൊടുത്തോട്ടെ. പെണ്ണെ എനിക്ക് നിന്നോട് വായിട്ടളിച്ചോണ്ടിരിക്കാനുള്ള നേരമൊന്നുമില്ല കേട്ടാ. നിന്റെ തന്തേം തള്ളേ ഒരു വിവരവും ഇല്ലല്ലോ. മണിയണ്ണ, എന്റെ അച്ഛനും അമ്മയ്ക്കും വിവരമില്ലെന്ന് മാത്രം പറയരുത്. പിന്നെ സർവവിജ്ഞാന കോശങ്ങളല്ലേ 2 എണ്ണവും. എടി, നിന്റെ അച്ഛൻ ഓളിയ 1 ആണെങ്കിൽ നിന്റെ അമ്മ ഓളിയ 10 ആണ്. അറിയോ? ഒരുമിച്ച് ബൈൻഡ് ചെയ്ത ഒരു പുസ്തകം. മണിയണ്ണ പരിഹാസം കുറച്ച് കൂടുന്നുണ്ടോ? ഞാൻ പരിഹസിക്കും. ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങി പോടി ഈ വീട്ടിൽ നിന്ന്. എന്നെ കെട്ടാൻ പോകുന്ന ആളാണെന്നും ഞാൻ നോക്കത്തില്ല. ദേഷ്യം വന്ന ഞാൻ വെട്ടുപോത്ത്. അയ്യോ, ദേഷ്യം വന്ന നീ ഡബിൾ റോൾ ആവോന്ന് പറയടി കാട്ടുപോത്തി. പ്രകാശ് സാറില്ലേ? മാഡം അന്ന് അമ്മേനെ കണ്ടതിനേക്കാൾ ഒരുപാട് തടിച്ചിട്ടുണ്ട്. ഒരു ചക്കപ്പൂന്തിയായി. അയ്യോ, ഇത് മാഡം അല്ല. എടവോ? പിന്നെ അതെ, ഇവിടെ വന്ന് അകപ്പെട്ട ഒരു കുരിശ. മെയ്ഡ് ഇൻ പ്ലാങ്കവിള. ഞങ്ങൾ പ്ലാങ്കിന്ന് വിളിക്കും. ഓ അത് ശരി. എക്സ്ക്യൂസ് മീ, പേര്? സോറി, നല്ല പേര്. ഞാൻ സാറിനോട് സോറി പറഞ്ഞതാ. സോറി പറയാൻ വേണ്ടി ഞാൻ എന്തൊരു തെറ്റ് ചെയ്ത്? സാറ് മുഖം ഒന്ന് കഴുകണം. അയ്യോ, വേറൊന്നും വിചാരിക്കരുത്. ഞാൻ വല്ലപ്പോഴാണ് പല്ലി വെച്ച് കുളിക്കണത്. പക്ഷെ ഇന്ന് എന്തായാലും ഞാൻ മോഹം കഴുകി അടിച്ചെനിച്ച് കുളിക്കുകയും ചെയ്ത്. അതല്ല ഐസ്ക്രീം. അയ്യോ അമ്മേണ വേണ്ട, എനിക്കില്ലോളം വെറും ചായ മതി. മുഖത്ത് ഐസ്ക്രീം വീണത് ഇയാൾ അറിഞ്ഞില്ലേ? അതാ ചേച്ചി വരുന്നു. മിസ്സിസ് പ്രകാശ് എങ്ങോട്ട് വേണേ? സോറി, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് വേണമെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ നല്ല ആളി തന്നെ. അയ്യോ, ഇതെന്താ മുഖത്ത്? അല്ലാതെ വീട്ടിൽ വന്ന് കയറി ഒരാളിനെ എറിഞ്ഞിടാൻ ശ്രമിച്ചതാണ് ഈ പ്ലാങ്കി. ഞാൻ അറിയാതെ പെണ്ണെ നിന്നെ ഉണ്ടല്ലോ ഞാൻ. ചുമ്മാ നീ പെണ്ണുങ്ങളെടുത്ത് ഇങ്ങനെ അമിട്ടരുത്. അവരോട് മാഞ്ഞാറ്റോണം പെരുമാറായി. പിന്നെ പ്രകാശ് സാർ വരുമ്പോ ഞാൻ വരാം കേട്ടെ. സാറിന് കുടിക്കാൻ? അയ്യോ ഇനിയിപ്പോ ഒന്നും വേണ്ട, വേണ്ടാത്തോട്ടാണ്. കാരണം വീട് വരത്തിനുള്ള സാധനം ഇതിനകത്തുണ്ട്. വന്ന കാര്യം മറന്നുപോയി കേട്ടെ. എന്താ സർ? അതായത് എന്റെ ഒരു കഥാപാത്രം മിസ്സായി പോയി. ഞാൻ എഴുതി പൂർത്തിയാക്കി വെച്ച എന്റെ തിരക്കഥ എന്നാണ് അങ്ങനെ ചാടിപ്പോയത്. പിന്നെ ആളൊരു മാനസിക രോഗം കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്കാണ് കഥാപാത്രത്തിനാണ് തലപ്രാന്ത്. പോയി നീ ഇപ്പൊ എന്തിനു പറഞ്ഞു? കറക്റ്റ് ആണെന്നാ? അതല്ല, ഞാൻ എഴുതുന്ന കഥാപാത്രം എല്ലാം അങ്ങനെയാണ്. ജീവിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അല്ല, നിങ്ങൾ ഈ പറയുന്ന കഥാപാത്രത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അറിയണം. അയാൾ വളരെ വിചിത്രമായി പെരുമാറുന്ന സ്വഭാവക്കാരനാണ്. എനിവേ, അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയാൽ
ഉടൻ തന്നെ ഏതെങ്കിലും ഒരു പുനരധിവാസ സെന്ററിൽ വിളിച്ചു പറയണം. ആ. അങ്ങനെ ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ തന്ത്രത്തിൽ അയാളെ കൈകാര്യം ചെയ്യണം. അല്ല ഇപ്പൊ അടി വല്ലതും കൊടുക്കണോണ്ട് അയാൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പുള്ളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആവാം. എന്നാലും കൂടുതൽ നോവിക്കരുത്, കൊന്നു കളയണ്ട. ഒരര പരുവാക്കി വിട്ടേക്കണം. അപ്പൊ പിന്നെ ശരി പോട്ടാ. ഓരോ ഒപ്പിച്ചതിന് നന്ദി. ഐസ്ക്രീമിന് ഉപ്പ് രസം. കഷ്ടം. ഇതിവിടെ ഏതാ ഈ പുതിയ അവതാരം? ഇതവൻ തന്നെ, സുന്ദരേശന്റെ തിരക്കഥയിൽ നിന്നും കാണാതായ മാനസിക രോഗി. യവനെ പിടിച്ചു കൊടുത്ത സുന്ദരേശന്റെ മുന്നിൽ പിന്നെ നെകളിക്കാം. വടി താഴെ എവിടെന്നെങ്കിലും എടുക്കാം. ആരാ? എന്തു വേണം? CI സാറില്ലേ? ഇല്ലല്ലോ. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളില്ലെങ്കിൽ പോലീസില്ല, പോലീസ് ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല. മനസ്സിലായില്ല. ഞാനൊരു കള്ളനാണ്. പേര് വിട്ടിൽ വിക്രമൻ. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്ക് കുറച്ച് പണവും പൊന്നും ആവശ്യമുണ്ട്. താക്കോല് തന്നാൽ ആവശ്യത്തിനുള്ളത് ഞാൻ തന്നെ എടുത്തോളാം. മണി 11:30. ശബ്ദിക്കരുത്, നിലവിളിക്കരുത്. ദാ ഈ തുണി നിങ്ങൾ തന്നെ നിങ്ങളുടെ വായിലേക്ക് തിരികെ കയറ്റുക. വേഗം. തികഞ്ഞില്ലെങ്കിൽ ദാ ഇതുകൂടി പിടിക്കൂ. ചോര. ഇവിടെ മുറിവിന് വെച്ചിട്ടുള്ള മരുന്ന് വല്ലതും ഉണ്ടോ? സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. തുണി തിരികെ കയറ്റൂ. വേഗം. തുണി തിരിക്കുന്നതിന് മുൻപ് സേഫിന്റെ താക്കോൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട്